അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അറബിയുമ്മയുടെ കൊട്ടാരത്തിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ. അല്ലാഹുവേ, അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ അലാ കുല്ലി ഹാൽ. പഠിച്ച റബ്ബേ, ഈ വീട്ടിൽ ഒരു കുഞ്ഞ് പിറന്നിരിക്കുന്നു. അറബിയുമ്മക്ക് സന്തോഷം സഹിക്കാനേ കഴിയുന്നില്ല. അറബിയുമ്മ കുഞ്ഞിനെ വാരിയെടുത്തു. മാഷാ അല്ലാ, നല്ല ഓമനത്വം തുളുമ്പുന്ന കുഞ്ഞ്. ഒരിക്കലും നൂർ ഫാത്തിമ ഇവിടെ നിന്ന് പ്രസവിക്കും എന്ന് കരുതിയതല്ല. അറബി ഉമ്മക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഡോക്ടർ നൂർ ഫാത്തിമക്ക് കൺഗ്രാജുലേഷൻസ് പറഞ്ഞു. നൂർ ഫാത്തിമ, കൺഗ്രാജുലേഷൻസ്. നിൻ്റെ ധൈര്യവും നിൻ്റെ ആ ഒരു ആത്മവിശ്വാസവും എല്ലാം കൂടിയാണ് നിന്നെ രക്ഷിച്ചത്. അതല്ലെങ്കിൽ ചെറിയൊരു പെയിന് വരുമ്പോൾ തന്നെ പല കുട്ടികൾക്കും ഭയമാണ്. നിൻ്റെ ആത്മധൈര്യവും പഠിച്ച റബ്ബിലുള്ള വിശ്വാസവും കൊണ്ട് എല്ലാം റാഹത്തായി പെട്ടെന്ന് കഴിഞ്ഞു. ഹോസ്പിറ്റലല്ലാത്ത കാരണം എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയി കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് സിസേറിയൻ ചെയ്യാനൊരു ഓപ്ഷൻസ് ഉണ്ടാവും. പക്ഷേ ഇത് വീട്ടിലായതുകൊണ്ട് അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളില്ലേ. എന്നാലും പഠിച്ച റബ്ബിനെ വിളിച്ചുകൊണ്ട് ഞാനും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. സത്യം പറഞ്ഞാൽ ഒന്ന് സ്റ്റിച്ച് ചെയ്യേണ്ട അവസ്ഥ പോലും വന്നിട്ടില്ല കേട്ടോ. അതിനു മുമ്പായിട്ട് ഇതാ കുഞ്ഞു മുഴുവനായും ഇങ്ങെത്തി. ഉസ്താദിനും ഉമ്മാക്കും നൂർ ഫാത്തിമയ്ക്കും മമ്മക്കും പപ്പയ്ക്കുമെല്ലാം വളരെയധികം സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ. ശരിക്കും നൂർ ഫാത്തിമ തന്നെ അത്ഭുതപ്പെടുന്നു. പഠിച്ചവനെ, ഇത്ര പെട്ടെന്നാവുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. അതും തിങ്കളാഴ്ച പുലർച്ചെ, നല്ല ദിവസം. റബിയമ്മ ചിരിച്ചുകൊണ്ട് അവളുടെ അടുക്കൽ ചെന്നു. നൂർ ഫാത്തിമ, മാഷാ അല്ലാ, നീ മുത്ത് ഹബീബിൻ്റെ പേരിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലാറുണ്ടോ? അതെ അറബിയമ്മ, എന്നും ചൊല്ലാറുണ്ട്. എനിക്ക് ടൈം കിട്ടുമ്പോഴെല്ലാം ഞാൻ ചെല്ലും. ആ അതുകൊണ്ട് തന്നെ നല്ല മുത്ത് ഹബീബ് പിറന്ന ദിവസം തന്നെ നീ പ്രസവിച്ചിരിക്കുന്നു. മാഷാ അല്ലാ. ഞാനൊരു വിളിപ്പേരായിട്ട് അൽ അമീൻ എന്ന് വിളിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് സർട്ടിഫിക്കറ്റിലൊക്കെ കൊടുക്കാം കേട്ടോ. എനിക്ക് ഹബീബിനോടുള്ളൊരു പ്രണയം കൊണ്ടുകൂടിയാണ് ഞാൻ ഈ ഒരു കുഞ്ഞിനും ആ ഒരു പേരിട്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. ഇതെൻ്റെ ഒരു ഇഷ്ടം. ഞാൻ മദീനയിലെ ഈ കൊട്ടാരത്തിൽ ഇങ്ങനെ താമസിക്കുമ്പോൾ എൻ്റെ ഹബീബ് എൻ്റെ അടുത്തുണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക്. അതുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ പുറത്തൊന്നും പോകാതെ ഇവിടെ തന്നെ നിങ്ങൾ സെറ്റിൽഡായി നിൽക്കുന്നത്. വീടൊക്കെ ഉണ്ടായിട്ടും ഈ പഴയ തറവാട് വീട്ടിൽ ഇവിടെയാണ് എനിക്ക് ആശ്വാസം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പോകാലോ ഹബീബിൻ്റെ ചാരത്തേക്ക്. നൂർ ഫാത്തിമ, ചൊല്ലിക്കോളൂ സ്വലാത്ത് മുത്ത് ഹബീബിൻ്റെ പേരിൽ ധാരാളം. മോൾക്ക് ക്ഷീണം വല്ലതും? ഇല്ല, ചെറുതായിട്ടൊരു തലകറക്കം പോലെ ഇങ്ങനെ തോന്നിപ്പോയി. പക്ഷേ അത് റെഡിയായി. ഡോക്ടർ പറഞ്ഞു നൂർ ഫാത്തിമക്ക് ക്ഷീണത്തിനുള്ള ടൈം അതായിട്ടില്ല. അതായത് കൂടുതലായിട്ട് ബുദ്ധിമുട്ടായിട്ടില്ല. അവൾക്ക് വന്ന പെയിനുകൾ കുറച്ച് കൂടുതലായി പെട്ടെന്ന് വന്നു. എന്നിട്ട് പെട്ടെന്ന് ഡെലിവറി കഴിയാണ് ഉണ്ടായത്. ചിലരുണ്ട് കുറഞ്ഞ രീതിയിൽ വരും, ചിലപ്പം കൂടുതലായിരിക്കും. അങ്ങനെ ആകുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഇതങ്ങനെയല്ല. അവൾ പറഞ്ഞ ഏകദേശം കറക്റ്റ് ടൈം അവൾ പറഞ്ഞിരുന്നു. സുബഹിന് മുമ്പായിക്കൊണ്ട്. എന്തൊക്കെ തന്നെയാലും അവൾ BSc നഴ്സല്ലേ, കുറച്ചൊക്കെ അവൾക്കും അറിയാലോ. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എങ്കിലും നമ്മൾ പടച്ച റബ്ബിനോട് എത്രമാത്രം പറയുന്നു അതിനനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പമാക്കി തരും. യാ ലത്തീഫ് യാ സലാം എന്നാണ് അവളുടെ ഹസ്ബൻഡ് അവൾക്ക് ചൊല്ലുവാൻ വേണ്ടി പറഞ്ഞു കൊടുത്തത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അതൊക്കെ ചൊല്ലിയാൽ തന്നെ പോരെ. പടച്ച റബ്ബുണ്ടാവല്ലോ നമ്മുടെ കൂടെ, പെട്ടെന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. മഹാനായ യൂനുസ് നബി മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ അത് മാത്രമായിരുന്നു ചൊല്ലിയിരുന്നത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അത് എപ്പോഴൊക്കെ നമുക്ക് വിഷമഘട്ടങ്ങൾ വരുന്നു അപ്പോഴെല്ലാം രക്ഷപ്പെടുവാൻ വേണ്ടി അത് ചൊല്ലുന്നത് വളരെയധികം നല്ലതാണ്. അത് ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ പെട്ടുകിടക്കുകയാണെങ്കിലും നമ്മൾക്കതിൽ നിന്ന് രക്ഷ നേടാൻ, നമ്മൾക്ക് അവിടെ നിന്ന് സ്വതന്ത്രമാകാൻ അത് ചൊല്ലുന്നത് എപ്പോഴും നല്ലതാണ്. ഇൻഷാ അല്ലാ. നാഫി ഉസ്താദ് അതാ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നു. നൂർ ഫാത്തിമയുടെ മുഖത്തേക്ക് നോക്കി. നൂർ ഫാത്തിമ, പ്രയാസമായോ?
നാഫിക്ക, അതൊക്കെ പിന്നെ കുറച്ചുണ്ടാവില്ലേ? അതൊക്കെ നമുക്ക് സന്തോഷമല്ലേ? കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അതെല്ലാം മറക്കും. നൂർ ഫാത്തിമ, ആരെ പോലെയുണ്ട് കുഞ്ഞ്? എൻ്റെ പോലെയോ നിൻ്റെ പോലെയോ? ഉസ്താദെ, എനിക്കെന്നും ഇഷ്ടം നിങ്ങളുടെ പോലെ ആകുന്നതാണ്. ആഹാ, എനിക്കിഷ്ടം നിൻ്റെ പോലെയും. എന്താ? എന്നാൽ പിന്നെ രണ്ടുപേരുടെയും പോലെ ആയിക്കോട്ടെ അല്ലേ? അവർ ചിരിച്ചു. രണ്ടുപേരും നല്ല തമാശ പറയുകയാണെന്ന് സുൽഫത്തുമ്മക്ക് അതാ മനസ്സിലാകുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. പഠിച്ച റബ്ബേ, എനിക്ക് ആകെ ഒരു മോനായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ വിചാരിക്കും പഠിച്ചവൻ എൻ്റെ കുട്ടിക്കൊരു ജ്യേഷ്ഠനേന് അനിയന് ഒരു തുണയുണ്ടായിരുന്നെങ്കിൽ പലപ്പോഴും ഞാൻ വിചാരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ നാഫിമോനെ നാട്ടിൽ ഒറ്റക്ക് നിർത്താത്തത്. അവൻ ഒറ്റക്ക് നിൽക്കുമ്പോൾ അവന് ടെൻഷനാവും. എന്നാൽ അൽഹംദുലില്ലാ, പഠിച്ച റബ്ബേ, നീ എൻ്റെ പൊന്നു മോൻക്ക് ഒരു കുഞ്ഞിനെ നൽകിയിരിക്കുന്നു. ഇനി എൻ്റെ കുഞ്ഞിന് ആളുണ്ടായല്ലോ, ഒരു അവകാശം ഉണ്ടായല്ലോ. റബ്ബേ, പൊന്നു മോൻക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യ്. ഉമ്മ അതാ കുഞ്ഞിനെ എടുക്കുന്നു. ശരിക്കും ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് അവർ നോക്കി. അള്ളാഹുവേ, മാഷാ അല്ലാ, എന്ത് ഭംഗിയുള്ളൊരു കുഞ്ഞാണ് പഠിച്ച റബ്ബ് എനിക്ക് തന്നിട്ടുള്ളത്. മോനെ നാഫിയെ, ഉമ്മ എടുത്തോ കുഞ്ഞിനെ. എന്താ നിനക്ക് എടുക്കണോ? ഉസ്താദിന് ശരിക്കും പറഞ്ഞാൽ എടുക്കാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ അത് ഒരു പേടി തോന്നുകയാണ്. ചെറിയ കുഞ്ഞുങ്ങളങ്ങനെ പിടിക്കുമ്പോൾ എന്തെങ്കിലും. മോനെ, ഭയപ്പെടേണ്ട, നിൻ്റെ കൈകൾ തരൂ. ഉമ്മ അതാ നാഫി ഉസ്താദിൻ്റെ കൈകളിൽ ആ കുഞ്ഞിനെ വെച്ച് കൊടുത്തപ്പോൾ ഉസ്താദിൻ്റെ മനസ്സിൽ 1000 സന്തോഷങ്ങൾ പൂത്തുലഞ്ഞു. പഠിച്ച റബ്ബേ, എൻ്റെ കുഞ്ഞാണല്ലേ ഇത്. അല്ലാ, അൽഹംദുലില്ലാ. നാഫി ഉസ്താദിന് സന്തോഷം സഹിക്കുവാനേ കഴിയുന്നില്ല. ഉസ്താദ് ആ കുഞ്ഞിനെ ചുംബിക്കുവാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ, നെറ്റിയിൽ ചുംബിച്ചിട്ടോ, കവിളിലിപ്പോൾ തന്നെ ചുംബിക്കല്ലേ. ഇൻഷാ അല്ലാ ചുംബിക്കാലോ, സമയമുണ്ട്. തലാലും കുഞ്ഞിനെ കാണുവാൻ വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ നൂർ ഫാത്തിമ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ തലാൽ പുറത്താണ് ഇരുന്നത്. ഉമ്മ, എനിക്കും കാണണം, ഞാൻ കണ്ടില്ലല്ലോ. ഓ, മോനെ ഞാൻ കൊണ്ടു കാണിച്ചു തരാം കേട്ടോ. എൻ്റെ പൊന്നു മോനെ പളുങ്ക് പോലത്തെ ഒരു മോനാണ്. മാഷാ അല്ലാ, പഠിച്ച റബ്ബേ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അവരെല്ലാം വളരെയധികം ഭയത്തോടെയായിരുന്നു ആ ഒരു പ്രസവത്തെ കണ്ടിരുന്നത്. കാരണം വീട്ടിൽ നിന്ന് ഡെലിവറി, അത് മാത്രമല്ല കുട്ടിക്ക് സ്കാനിങ്ങിൽ അംഗവൈകല്യം ഉണ്ടാകുമെന്ന് ഡോക്ടർ പറഞ്ഞ ആ നിർദ്ദേശങ്ങൾ കുഞ്ഞിനെ ഒരുപാട് എടുത്തു കളയുവാൻ വേണ്ടി അവരോട് ആവശ്യപ്പെട്ടു. ദേ, നിങ്ങൾ തന്നെ ബുദ്ധിമുട്ടേണ്ടി വരട്ടോ. ഒരു സുഖമില്ലാത്ത കുഞ്ഞിനെയും കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാനാണ്? അംഗവൈകല്യമുള്ള കുട്ടികളൊക്കെ ആകുമ്പോൾ നോക്കാൻ പ്രയാസം ബുദ്ധിമുട്ടല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം, അല്ലെങ്കിൽ ഇതിനിപ്പോൾ തന്നെ ഞാൻ അബോർഷൻ ചെയ്യാം. പക്ഷേ അവൾക്കത് സമ്മതമല്ലായിരുന്നു. പഠിച്ച റബ്ബേ, എനിക്ക് നീ തന്ന കുഞ്ഞിനെ ഒരിക്കലും ഞാൻ നശിപ്പിക്കില്ല. എന്തൊക്കെ തന്നെയായാലും ഞാനത് സഹിക്കും. പഠിച്ച റബ്ബേ. നാഫി ഉസ്താദിനും അത് കേട്ടപ്പോൾ വല്ലാതെ ടെൻഷനായിരുന്നു. റബ്ബേ, ഞങ്ങളെ കുഞ്ഞിനെ നീ ഒന്നും വരുത്തില്ലേ അല്ലാ. അവർ ദ്വാ ചെയ്തിരുന്നു. അറബിയുമ്മ പറഞ്ഞു, മോനെ നാഫിയോ. എന്തോ ഉമ്മ? റൗദ ഷെരീഫിൻ്റെ അടുക്കൽ പോയിട്ട് പേരിടാം, അതാണ് ഞാൻ ആഗ്രഹിച്ചത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം കേട്ടോ. ഞാൻ എൻ്റെ ഇഷ്ടം കൊണ്ടാണ് അൽ അമീൻ എന്ന് വിളിച്ചത്. എനിക്കെന്തെന്നറിയില്ല, വളരെയധികം ഇഷ്ടമാണ് ആ പേര്. എൻ്റെ മകൻ തലാൽ അൽ ഹർബിക്ക് ആ പേരിടുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഇവിടുത്തെ കുടുംബക്കാരെല്ലാവരും കൂടി അവൻ്റെ ജനനം അവർ വലിയൊരു സംഭവമാക്കിയിരുന്നു. അതിൽ അക്കൈക്കത്ത് അറുക്കുന്നതോടുകൂടി പേരിടുകയും ചെയ്തു, തലാൽ അൽ ഹർബി. പിന്നീട് ഞാനത് ഒന്നും മായ്ക്കാനൊന്നും പോയില്ല. തലാലെന്ന് വിളിക്കും. അവരുടെ ഉപ്പയുടെയും വീട്ടുകാരുടെയും ഒക്കെ നിർബന്ധമല്ലേ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇപ്പോഴെനിക്ക് തോന്നുന്നു ആ പേരിട്ടത് നന്നായി. അവൻ്റെ പിതാവിൻ്റെ പേര് അതിലുണ്ട്. സത്യമായിട്ടും അറബിയമ്മ വിതുമ്പി. ശരിക്കും അറബിയമ്മ കരയുന്നത് അവർ ആരും വല്ലാതെ കണ്ടിട്ടില്ല. ഹേയ് അറബിയമ്മ, നിങ്ങൾ കരഞ്ഞാൽ എങ്ങനെ? നിങ്ങളല്ലേ ഞങ്ങൾക്ക് ധൈര്യം തരേണ്ടത്. എനിക്ക് ഈ കുഞ്ഞ് പിറന്നപ്പോൾ എൻ്റെ പൊന്നു മോനെയാണ് ഓർമ്മ വന്നത്. അവൻ്റെ പിതാവ് എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് പോയി മറഞ്ഞു. വളരെ ചെറുപ്പമായിരുന്നു ഞാൻ തലാലിനെ പ്രസവിച്ച്.
എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് ഉപ്പ പോയി. ഒരിക്കലും വരാത്ത ലോകത്തേക്ക്. പലരും പലതും നിർബന്ധിച്ചു. മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ഒരുപാട് ആളുകൾ വന്നു. പക്ഷേ എൻ്റെ പൊന്നു മോനെ വിഷമമെന്ന് വിചാരിച്ചിട്ട് ഞാനതൊക്കെ തട്ടി മാറ്റുകയായിരുന്നു. എനിക്ക് എൻ്റെ മോൻ മതി. അവൻ അനാഥമാകും, ഒറ്റപ്പെടും എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ വല്ലാതെ അലട്ടിയത് കൊണ്ട് തന്നെ ഞാനതിന് മുൻകൈ എടുത്തില്ല. അൽഹംദുലില്ലാ, ഇന്നെൻ്റെ മോനിതാ വളർന്നു വലുതായി, വിവാഹപ്രായമായി. അൽഹംദുലില്ലാ. പടച്ച റബ്ബേ, യത്തീമായി ഒരു കുഞ്ഞും വളരേണ്ട അവസ്ഥ നീ കൊടുക്കല്ലേ അല്ലാ. എൻ്റെ തലാൽ പാവം എൻ്റെ കുട്ടി. എന്തൊക്കെ തന്നെ എത്ര വലിയ സ്വത്തും മുതലും സമ്പത്തും ആസ്തികളും ഉണ്ടായാലും സ്വന്തം പിതാവിൻ്റെയും മാതാവിൻ്റെയും സ്നേഹം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല. ഭാഗ്യവാന്മാരായ ചില ആളുകൾക്ക് മാത്രം കിട്ടുന്നതാണത്. എന്തൊക്കെ തന്നെയാലും പടച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. തലാലിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അറബിയമ്മക്ക് ടെൻഷനാണ്. പിതാവില്ലാതെ വളർന്ന എൻ്റെ മകൻ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പിതാവ് പോയി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക്. ശരിക്കും പറഞ്ഞാൽ ഉസ്താദിൻ്റെ കുഞ്ഞിനെ കണ്ടപ്പോൾ അറബിയമ്മ തൻ്റെ പഴയ കാലങ്ങൾ, പഴയ ചരിത്രങ്ങളങ്ങ് ഓർത്തുപോയി. റബ്ബേ, ഒരാൾക്കും അങ്ങനെ ഒരു വിധി വരുത്തില്ലേ അല്ലാ. ഹൃദയം പൊട്ടി അറബിയമ്മ ദുആ ചെയ്തു. അറബിയമ്മ കുഞ്ഞിനെയും കൊണ്ട് തലാലിൻ്റെ അടുക്കലേക്ക്. മോനെ ഇങ്ങോട്ട് നോക്ക്. ഉമ്മ മാഷാ അല്ലാ, പഠിച്ച റബ്ബേ, ശരിക്കും ഒരു അറബി കുഞ്ഞ് തന്നെയല്ലേ ഉമ്മ? അതേടാ, നൂർ ഫാത്തിമയായാലും നാഫി ഉസ്താദായാലും കണ്ടൽ അറബി ലുക്ക് തന്നെയല്ലേ. മാഷാ അല്ലാ. ഉമ്മ വെയിറ്റ് എത്രയുണ്ട്? വെയിറ്റ് 4+1 തോന്നുന്നു. 4-4.5 എന്തൊക്കെ തന്നെയാലും മോനെ പ്രസവമൊക്കെ റാഹത്തായി കഴിഞ്ഞു. ഇൻഷാ അല്ലാ എൻ്റെ കുട്ടീൻ്റെ വിവാഹം. ഇനി എൻ്റെ മോൻ്റെ കാര്യങ്ങളിലേക്കാണ് ഞാൻ കിടക്കുന്നത്. എൻ്റെ പകുതി വിഷമങ്ങൾ തീർന്നു. എൻ്റെ നൂർ ഫാത്തിമ, എൻ്റെ പൊന്നുമോള് പ്രസവിച്ചിരിക്കുന്നു. അവൾ ആഗ്രഹിച്ച രീതിയിൽ, അതും സുഖപ്രസവം, വീട്ടിൽ നിന്ന് ഒരാളുടെയും സഹായമില്ലാതെ. അൽഹംദുലില്ലാ, യാതൊരു കുഴപ്പവും അംഗവൈകല്യങ്ങളും ഒന്നുമില്ലാത്ത പൊന്നു മോനെ. അള്ളാഹുവേ, എത്ര ടെൻഷനാക്കിയിരുന്നു ഹോസ്പിറ്റലിലുള്ള ആളുകൾ. അതൊഴിവാക്കണം, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. എന്തൊക്കെ തന്നെയാലും അള്ളാഹുവേ, നീ വിചാരിച്ചാൽ എത്രയേ ഉള്ളൂ. നീ കാരുണ്യവാനും കരുണാനിധിയുമാണല്ലോ റബ്ബേ. മക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയുസ് നീട്ടി തരട്ടെ. ആമീൻ. അറബി വീട്ടിൽ ഒരു കുഞ്ഞ് പിറന്ന സന്തോഷത്തിൽ തന്നെ അറബിയുമ്മ പ്രത്യേകമായി അയൽവാസികൾക്കും നാട്ടുകാർക്കുമെല്ലാം സ്വീറ്റ്സൊക്കെ വിതരണം ചെയ്യുവാൻ വേണ്ടി അതാ ആവശ്യപ്പെടുന്നു. ഇൻഷാ അല്ലാ ഇനി പാർട്ടിയും കാര്യങ്ങളൊക്കെ അവിടെ നാട്ടിൽ വെച്ചാക്കാം എന്നും പറഞ്ഞു. പക്ഷെ അതിനു മുമ്പായിട്ട് അറബിയുമ്മയുടെ സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കൊക്കെ സ്പെഷ്യലായിട്ടുള്ള ഫുഡ് വിതരണം ചെയ്യണം. അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിച്ചിട്ട് പോകാം. ഇൻഷാ അല്ലാ 7-ാം ദിവസം മുടി കളയണം. അറബിയുമ്മയുടെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളും ചിന്തകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും ക്ഷണിക്കണം, കൂട്ടത്തിൽ സിനാനെ ക്ഷണിക്കണം. എൻ്റെ കൂടെ എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന എൻ്റെ ബഷീർ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. പക്ഷെ അതിന് പകരമായിട്ട് മകൻ വന്നിട്ടുണ്ട്. മകൻ്റെ കയ്യിൽ ഒരുപാട് സാധനങ്ങളെല്ലാം കൊടുത്തു വിടുകയും ചെയ്തിരുന്നു. അറബിയുമ്മയുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷമാണ്. അറബിയുമ്മ ആർക്കൊക്കെ വിളിച്ചു പറയുന്നുണ്ട് തൻ്റെ പ്രിയപ്പെട്ട സഹോദരനും എല്ലാം നൂർ ഫാത്തിമ പ്രസവിച്ചു എന്നുള്ളത്. എല്ലാവരും ശരിക്കും അത്ഭുതപ്പെടുകയാണ്. വീട്ടിൽ നിന്ന് തന്നെയാണ് പ്രസവിച്ചത് എന്നോർത്ത്. എന്നാലല്ലേ ആ പെണ്ണിൻ്റെ ഒരു ധൈര്യം, വീട്ടിൽ നിന്ന് പ്രസവിക്കേ. നമ്മൾക്ക് ടെൻഷനാണ്, പേടിയാണ്. എന്നാലും ആ പെണ്ണിൻ്റെ ആ ധൈര്യവും ഈമാൻ്റെ ശക്തിയും എല്ലാം കൂടി, ആ കുട്ടിയെന്ന് വെച്ചാൽ പഠിച്ചവനെ വിട്ടിട്ട് ഒരു കളിയില്ല. എല്ലാത്തിനും പഠിച്ച റബ്ബ് കാണുന്നുണ്ടല്ലോ. ആ പ്രസവം വരെ ഹോസ്പിറ്റലിലാക്കാതിരിക്കാതിൻ്റെ കാരണം എന്താ? അതൊരു പക്ഷേ അതെല്ലാം തുന്നിക്കുണങ്ങി നിൽക്കേണ്ടൊക്കെ അവസ്ഥയിൽ. എന്തൊക്കെ തന്നെയായാലും അറബിയമ്മക്ക് അവിടെ സന്തോഷമായി. ശരിക്കും പറഞ്ഞാൽ നൂർ ഫാത്തിമയുടെ പപ്പക്കും അമ്മക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം
മോൾ എന്ത് ഭാവിച്ചിട്ടാ ഇതിങ്ങനെ? അവൾ ഹോസ്പിറ്റലിൽ നിന്നും അടുത്തില്ലാത്ത സിറ്റുവേഷനിൽ അവൾ വീട്ടിൽ നിന്ന് പ്രസവിക്കാന്നൊക്കെ പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി ചായ. എന്തിനാടി? ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവൾ BSc നഴ്സല്ലേ നമ്മൾ പഠിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാകും. അറബിയമ്മയുടെ വീട്ടിൽ ഒരു കുഞ്ഞ് പിറന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും അതിനെ കാണുവാനും വരുവാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തു. അറബിയമ്മയുടെ വീട്ടിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. മുഹ്സിനെക്കുറിച്ച് പലരും ചോദിച്ചിട്ടുണ്ട്. മുഹ്സിനയുടെ സ്ഥിതി എന്തായി? അവൾ എവിടെ? അവിടെയാണോ ഇവിടാണോ? സിനാൻ അവളുമായി മിണ്ടിയോ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ ബാക്കി കഥയെല്ലാം നമുക്ക് കേൾക്കാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.